ഇലക്കറി നല്ലതാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മത്തൻ്റെ ഇല, തളിരില നോക്കിയപ്പോൾ നല്ല മൂത്ത ഇല പറ്റില്ല കേട്ടോ ചിലപ്പോൾ വയറിന്. തളിരില തന്നെ നോക്കിയിട്ട് പറിക്കുക. പൂവും ഒക്കെ നല്ലതാ. പയറിൻ്റെ ഇലയും കൂടി ഇട്ടിട്ടുണ്ട്. അത് വെച്ച് നമുക്കൊരു ചെറിയൊരു തോരൻ ഉണ്ടാക്കി കഴിക്കുന്നതും മുടി കൊഴിച്ചിലുള്ളവർക്കും മുടി കൊഴിച്ചിൽ നല്ല മൊത്തത്തിൽ നല്ലതാണ്. പണ്ടത്തെ പോലെയല്ല. പണ്ട് നമ്മൾ എപ്പോഴും ഇലക്കറികളൊക്കെ എന്തെങ്കിലും വീട്ടിലുണ്ടാവും ഒരു തോരനായിട്ട്. ഇപ്പം നമുക്ക് അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് കറി വയ്ക്കാന്ന് പറയുമ്പോൾ മിക്ക വീടുകളുണ്ടാവണം ചിക്കനോ അല്ലെങ്കിൽ മുട്ടയോ ഇതൊക്കെയാണ് കൂടുതൽ. ഒന്നും വേണ്ടെന്നല്ല, പക്ഷെ എന്നാലും ഇലക്കറികൾ മിസ്സാവുമ്പോൾ നമുക്ക് ദഹനത്തിനെ ബാധിക്കും. വൈറ്റമിൻസ് ഏറ്റവും കൂടുതലുള്ളത് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും, ലീഫി വെജിറ്റബിൾസിലാണ്. അപ്പോൾ നമുക്കതും കൂടെ വേണം. പ്രോട്ടീനും ഫാറ്റും മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. കാർബോ കിട്ടിയാലും ഇല്ലല്ലോ, നമുക്ക് ഇതും കൂടെ വേണ്ടേ. നമ്മൾ ഇങ്ങനെയൊക്കെയാണല്ലോ ഭക്ഷണം കഴിക്കണേ. ഇതിലെന്താ ഉള്ളത്, അതിലെന്താ ഉള്ളത്, അതിൽ ഫാറ്റാണോ, ഇതിൽ കാർബോ ആണോ, ഇതിൽ പ്രോട്ടീനാണോ. പണ്ട് ഇതൊന്നും അറിയാണ്ട് അമ്മമാർ എന്തൊക്കെ വെച്ച് തന്നിരുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല പോലെ ആരോഗ്യം നമുക്കുണ്ടായിരുന്നു. അപ്പം മത്തയുടെ ഇല പയറിൻ്റെ ഇലയും ഒക്കെ കൂടി നമ്മൾ തോരൻ വയ്ക്കാൻ പോവാണ്. വെളിച്ചെണ്ണ ഒഴിക്കിച്ചേട്ടാ. മിളക്, ഉഴുന്നുപരിപ്പ്, കടുക്, പച്ചരി നമ്മളിതേ ഇത് പൊട്ടിക്കാണ് കേട്ടാ. ഞാൻ വെളിച്ചെണ്ണ ഇത്തിരി കൂട്ടുള്ളൂ. അപ്പോൾ ഉപ്പിട്ടുണ്ട്. ഇഞ്ഞിട്ടുകൊണ്ട് മഞ്ഞപ്പൊടി ഇടും. മഞ്ഞപ്പൊടി അങ്ങോട്ട് വിഷാംശം പോട്ടെ. ഇത് ഇവിടെ പൊടിപ്പിച്ച മഞ്ഞപ്പൊടി കേട്ടാ. അപ്പോൾ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ആവി വന്നാൽ അപ്പൊ നമ്മളിതേ നാളികേരം ഇട്ടു കേട്ടാ. ഇതിന് വേവൊന്നുമില്ല. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടാ. പച്ചമുളക് ഇട്ടോ? പച്ചമുളക് ഇട്ടില്ല. എരിവ് വേണ്ട. കുരുമുളക് പൊടി ഇടാം. ശരിക്കും കുരുമുളക് പൊടി കൂട്ടിയ സ്വാദ്. ഇലക്കറികൾ പറ്റാവുന്നിടത്തോളം ആഴ്ചയിൽ ഒരു 2 വട്ടെങ്കിലും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. കാരണം ഞാനൊക്കെ അതിന്റെ വിക്ടിമാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പൊ അത് നിർബന്ധമാണ് കേട്ടോ. അത് ചെയ്തോളൂ. അത് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ്. അപ്പൊ എൻ്റെ അച്ഛനും അമ്മമാരും അനിയത്തി അനിയന്മാരും ചേട്ടനും ചേച്ചിമാരും എല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുക. വയസ്സായവർക്ക് ഉണ്ടാക്കി കൊടുക്കുക.